പരിശുദ്ധാത്മാവിൻ്റെ ഈ ഗാനം ആലപിക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഓരോ വരികളിലും അടങ്ങിയിരിക്കുന്ന സാരാംശം ഹൃദയത്തിൽ സ്പർശിക്കട്ടെ. അങ്ങനെ നമ്മൾ ദൈവവചനം ശ്രമിക്കുന്നതിനായിട്ടും ഈ കരുണയുടെ രഹസ്യങ്ങൾ ഉൾക്കൊള്ളുന്നതിനായിട്ടും നമുക്ക് ആഴമായി പ്രാർത്ഥിക്കാം. ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഈ പ്രാർത്ഥന നമുക്ക് തുടരാം. പുറത്ത് ചായ കുടിക്കുന്നവർക്ക് ഇത് കേൾക്കാം എന്ന് വിചാരിക്കുന്നു. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, എൻ്റെ ജീവിതത്തിൽ നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ജ്ഞാനം നൽകണമേ, ദൈവിക ജ്ഞാനം നൽകണമേ, ദൈവിക രഹസ്യങ്ങളെ വെളിപ്പെടുത്തണമേ. എന്റെ ജീവിതത്തെ വിശുദ്ധീകരിക്കണമേ, എന്റെ ജീവിതത്തെ ശക്തീകരിക്കണമേ, എന്റെ ജീവിതത്തെ പുതിയ ഒരു സൃഷ്ടിയാക്കണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ. എല്ലാവരും ഹൃദയത്തിൽ നിറയണമേ, നിറയണമേ, ജീവജലത്തിൽ അരുവിയായി സ്നേഹാഗ്നിജ്വാലയായി ജീവജലത്തിൽ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ദൈവത്തിൻ കൂടാരം ഞാനല്ലോ, ദൈവത്തിനാലയം ഞാനല്ലോ, ദൈവത്തിൻ കൂടാരം ഞാനല്ലോ. ദൈവജനം ഞാൻ, ദൈവമകൻ ഞാൻ, ദൈവത്തിനോ മനക്കുട്ടൻ ഞാൻ. ദൈവജനം എല്ലാവരും ദൈവമകൻ ഞാൻ, ദൈവത്തിനോ മനക്കുട്ടൻ ഞാൻ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, എൻ ഹൃദയത്തിൽ വാഴും ആത്മാവേ, നിറയണമേ. എല്ലാവരും ചേർന്ന് നിറയണമേ, ജീവജലത്തിൽ അരുവിയായി നിറഞ്ഞു കടലാസെല്ലാവരും പടരണമേ. ജീവജലത്തിൽ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നിജ്വാലയായി ആത്മാവേ, പരിശുദ്ധാത്മാവേ. കൈയടിച്ച് പാടാം. ഒന്ന് എഴുന്നേറ്റ് നിന്ന് എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് പാടാം. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കടലാസ് അങ്ങനെ നോക്കാണ്ട് തന്നെ അല്ലെങ്കിൽ നോക്കിക്കൊണ്ട്
രണ്ടുമൊന്നായ നിമിഷം പാപിയാം ഞാൻ ദൈവസുതനായി മാറി. ദൈവവും മനുഷ്യനും ഒന്നായ നിമിഷം പാപിയാം ഞാൻ ദൈവസുതനായി മാറി. പിതാവെന്നോട് കൂടെ പുത്രനോട് കൂടെ സ്വർഗരാജ്യം എന്നിൽ തന്നെ. പിതാവിനോട് കൂടെ പുത്രനോട് കൂടെ സ്വർഗരാജ്യം എന്നിൽ തന്നെ. ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ പരിശുദ്ധാത്മാവേ, ഹൃദയത്തിൽ വാഴുന്ന ആത്മാവേ, നിറയണമേ എന്നിൽ നിറയണമേ. എല്ലാവരും ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജ്വാലയായി ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജ്വാലയായി പരിശുദ്ധാത്മാവേ, വീണ്ടും ജീവജലത്തിൻ അരുവിയായി. വീണ്ടും അതേറ്റ് പറഞ്ഞുകൊണ്ട് ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജ്വാലയായി എന്നിൽ കത്തി പടരണമേ. ജീവജലത്തിൻ അരുവിയായി കവിഞ്ഞൊഴുകണമേ. ജ്വാലയായി എന്നിൽ കത്തി പടരണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജ്വാലയായി എന്നിൽ കത്തി പടരണം. അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജ്വാലയായി എന്നിൽ കത്തി പടരണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജ്വാലയായി എന്നിൽ കത്തി പടരണമേ. ഫാസ്റ്റർ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജ്വാലയായി എന്നിൽ കത്തി പടരണമേ. പരിശുദ്ധാത്മാവേ, നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മൾ ഓരോരുത്തരും നിറഞ്ഞ് നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിച്ചുകൊണ്ട് ശക്തീകരിച്ചുകൊണ്ട് ജ്ഞാനം നിറച്ചുകൊണ്ട് ജ്വാലയായി കത്തി പടരണമേ. എല്ലാവരും നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജ്വാലയായി എന്നിൽ കത്തി പടരണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ഒഴുകണമേ. ജ്വാലയായി അരുവിയായി ദാഹത്തോടെ ദാഹത്തോടെ ശക്തിയോടെ ആഗ്രഹത്തോടെ പരിശുദ്ധാത്മാവ് ഞങ്ങൾ ഓരോരുത്തരിലും വസിക്കുന്ന പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ കത്തി പടരട്ടെ. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് എന്നിൽ കത്തി പടരട്ടെ. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ കത്തി പടർന്ന് ഞങ്ങളുടെ ജീവിതത്തെ പുതിയ ശിക്ഷയാക്കണമേ. ഹല്ലേലൂയ 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 ശല ഹലബല 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 ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എന്നിൽ കത്തി പടരണമേ. നിറഞ്ഞു ജ്വാലയായി എന്നിൽ കത്തി പടരണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. എന്നിൽ കത്തി പടരണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ.
ത്രിത്വൈക ദൈവം നമ്മിൽ വസിക്കുന്നു. രണ്ട് കരങ്ങളും ഹൃദയത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ ആലയമാണ്. നമ്മുടെ കുർബാനയിലെ ഒരു പാട്ടാണിത്. നമ്മുടെ കൂടെ ബലവാനാ കർത്താവെന്നേക്കും. എല്ലാവരും ചേർന്ന് ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം ഒരിക്കൽ കൂടി എല്ലാവരും ശബ്ദമുയർത്തി ബോധ്യത്തോടെ ത്രിത്വൈക ദൈവം നമ്മിൽ വസിക്കുന്നു എന്നതാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. ആ അർത്ഥം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ഏറ്റുപാടാം. ഒന്നുകൂടി. നമ്മുടെ കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ദൈവം നമ്മോട് കൂടെ, ദൈവം നമ്മോട് കൂടെ. നമ്മുടെ ജീവിതത്തെ സ്വർഗീയ മഹത്വത്തിലേക്ക് മകുടമണിയിക്കുന്നതിന് നമ്മിൽ വസിച്ചുകൊണ്ട് നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റെടുത്ത് നമ്മെ ശുദ്ധീകരിച്ച് നീതീകരിച്ച് ശക്തീകരിച്ച് മഹത്വീകരിച്ച്, ഇങ്ങനെ 4 കാര്യങ്ങളാണ്. സർവജ്ഞനായ ഭരണകർത്താവും അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകനും സകല നന്മകളുടെയും സകല സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. നമുക്കിരിക്കാം. സ്നേഹമുള്ളവരെയും, നമ്മൾ ഇന്ന് ഒരു ദിവസം കൊണ്ട് ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നേ വരെ കേൾക്കാത്ത ഒരുപാട് ഇൻഫർമേഷൻസ്, ഒരുപാട് കാര്യങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് കേൾക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഞാനൊരു മുൻകൂട്ടി പറയുകയാണ്, പല കാര്യങ്ങളും ഇന്നേ വരെ കേട്ടതിൽ നിന്നും വ്യത്യസ്തമായിരിക്കാം. കേട്ട കാര്യങ്ങൾ തന്നെ കേൾക്കാനാണെങ്കിൽ പിന്നെ വരേണ്ട ആവശ്യമുണ്ടോ? എന്താ വേണ്ടത് നിങ്ങൾക്ക്? കേട്ട കാര്യങ്ങൾ തന്നെ കേൾക്കണോ, പുതിയ കാര്യങ്ങൾ കേൾക്കണോ? ഇല്ലേ? സിമ്പിൾ ലോജിക്. അപ്പോൾ അധികവും നമ്മൾ കേൾക്കാൻ പോകുന്നത് പുതിയ കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ കേട്ട കാര്യങ്ങളുടെ ആഴമായ ഒരു വിചിന്തനം. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. അച്ഛനെന്ന് പ്രത്യേകം പറഞ്ഞു, ഊണതായാലും നമുക്ക് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ആർക്കും ഉച്ചയ്ക്ക് ഊണുണ്ടാക്കേണ്ട കാര്യത്തെക്കുറിച്ചൊന്നും വറി ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഇത്രയും ആൾക്കാർ കുറഞ്ഞു പോയ എന്താ, രാവിലെ കാപ്പി, ഉച്ചയ്ക്ക് ഊണ്, ഇച്ചിരി അതുനേരം ഇത്തിരി ഭക്ഷണം കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവിടെ തന്നെ അങ്ങ് ഇരിക്കായിരുന്നു. എന്നിട്ട് പോലും ആളുകൾ വരുന്നില്ല. പിന്നെന്താ? കേരളത്തിലേക്ക് ധ്യാന കേന്ദ്രങ്ങളിൽ ഞാനിങ്ങനെ പറയാറുണ്ട്, ധ്യാനിപ്പിക്കുമ്പോഴേ അധികവും ലേഡീസാണ് ധ്യാന കേന്ദ്രത്തിൽ. ഇവിടെയൊക്കെ അങ്ങനെ തന്നെയാണ്. എന്താണെന്നറിയോ കാര്യം? 5 ദിവസം
ഈ ധ്യാനിക്കാൻ ഒരുപാട് ലേഡീസ് സഹോദരിമാരാണ് ആദ്യം വരുന്നത്. അതിൻ്റെ കാര്യം ഞാൻ കണ്ടുപിടിച്ചു. നിങ്ങൾക്കൊക്കെ പുറത്തൊക്കെ പോകാനൊക്കെയുള്ള സാധ്യതകളുണ്ട്. നമ്മുടെ വീട്ടമ്മമാർക്ക് 5 ദിവസത്തേക്ക് ചട്ടിയും കലവും വിട്ട് ധ്യാനകേന്ദ്രത്തിലെ ഭക്ഷണമായിട്ട് അങ്ങനെ ഇരിക്കാം. വലിയൊരു കാര്യമല്ലേ നോക്കി. നമ്മുടെ വീട്ടുകാർ അമ്മച്ചിയാകാം, നാത്തൂനാകാം, പെങ്ങളാകാം, അവർക്ക് ഒരു വർഷം മുഴുവനും എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ആ ചട്ടി, ആ കലം, ആ കരി, ആ ചകിരി കഴുകലും ഉണ്ടാക്കലും, അത് കഴിഞ്ഞ് ഒരു നേരത്തെ കഴിഞ്ഞ് ആ പാത്രം കഴിയുമ്പോഴേക്കും അടുത്ത നേരത്തേക്ക് അതുണ്ടാക്കി വെച്ച് വിളമ്പി കൊടുത്ത് ആ പാത്രം കഴിയുമ്പോഴേക്കും അടുത്ത നേരത്തേക്ക്. ഇതിൽ നിന്നെല്ലാം ഒരു മോചനം. 5 ദിവസം അടുക്കള കാണണ്ട, ഭക്ഷണം ഉണ്ടാക്കണ്ട, പാത്രം കഴുകണ്ട, സുഖമായിട്ട് ധ്യാനകേന്ദ്രത്തിൽ ഇരുന്നുറങ്ങാം. ഇടയ്ക്ക് ഇത്തിരി വചനം കേൾക്കാം, അവിടുത്തെ നല്ല ഭക്ഷണവും കഴിക്കാം. അല്ല, അതിൽ തെറ്റുണ്ടോ? വല്ലപ്പോഴും 6 മാസം കൂടുമ്പോൾ ഇങ്ങനെ ഒന്ന് വേണ്ടേ മനുഷ്യർക്ക് എന്ന് പറയും. ഒരു ഹോളിഡേ വേണ്ടേ നമ്മുടെ അമ്മമാർക്ക്? അപ്പോൾ ഇതാണ് റിട്രീറ്റ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. റിട്രീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്ന ആ അവസ്ഥയിൽ നിന്നും റിട്രീറ്റ്, കം ബാക്ക് ആൻഡ് സ്റ്റേ ഇൻ അനദർ പ്ലേസ്. ആ ജോലികളൊന്നും ചെയ്യാണ്ട് സമാധാനമായിട്ട് കുറച്ച് നേരം ഉറങ്ങുക, വിശ്രമിക്കുക, പിന്നെ ഇടയ്ക്ക് ഇത്തിരി വചനമൊക്കെ കേൾക്കുക. അതുകൊണ്ട് നിങ്ങളിപ്പോൾ ഒരു ദിവസത്തേക്ക് വീട്ടിലെ ചട്ടിയും കലവും ഭക്ഷണവും എല്ലാം മറക്കാം. ഉച്ചയ്ക്ക് ഇവിടെ സുഖമായ ഊണുണ്ട്. സുഖമായെന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ ഭക്ഷണമൊന്നും വേണ്ടല്ലോ, നമുക്ക് ഇത്തിരി കഞ്ഞിയും പയറൊക്കെ മതിയായിരിക്കും. നമുക്ക് നേരത്തെ ഇതിൻ്റെ സംഘാടകർ പ്ലാൻ ചെയ്യേണ്ടതായിരുന്നു, വൈകുന്നേരത്തെയും കൂടി കുറച്ച് ഭക്ഷണവും കൂടി പോകുന്ന സമയത്ത് കഴിച്ചിട്ട് പോകാമെന്നുണ്ടെങ്കിൽ പിന്നെ അല്ല, ഒരു ഓർഗനൈസേഷണൽ ആയിട്ട് ഞാൻ ചിന്തിക്കുകയാണ്. പോകുമ്പോൾ ഒരു 5 മണി എന്നുള്ളതിന് ഒരു 6 മണിക്ക് നിർത്തി നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് പോകുകയാണെങ്കിൽ പിന്നെ അവിടെ ചെന്നിട്ട് ഈ ചട്ടിയും കലവും പിടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ 1 ഡേ ഫ്രീ ഫ്രം കിച്ചൺ. ഇനി നമുക്ക് ധ്യാനത്തിന് നിങ്ങൾ അങ്ങനെ ഒരു ചിന്ത വെക്കണം. ഇതിപ്പോൾ നമ്മുടെ ധ്യാനമല്ലേ, നമ്മുടെ ആൾക്കാർ, നമ്മുടെ പള്ളി പാരിഷ് കൗൺസിൽ, നമ്മുടെ അച്ഛനോട് പറഞ്ഞ ഒരു ദിവസം ഞങ്ങൾക്ക് ഈ അടുക്കളയിൽ നിന്ന് മോചനം. അപ്പോൾ അതിന് വേണമെന്നുണ്ടെങ്കിൽ കാലത്തെ കാപ്പിയും ഉച്ചയ്ക്ക് ഊണും അത്താഴവും കൂടി ഇവിടെ നിന്ന് കഴിച്ചിട്ട് പോകണം. ഒരുപാട് വലുതായിട്ടൊന്നും വേണ്ട, ചെറിയ ഒരു തോതിൽ. പക്ഷെ അടുക്കളയിൽ അന്ന് കയറരുത്. ഞാൻ നേരത്തെ പറഞ്ഞു പുതിയ കാര്യങ്ങളാണ് നമ്മൾ കേൾക്കാൻ പോണെന്നില്ലേ. ഒരു ദിവസം അടുക്കള അടവ്, ബന്ദ്. കേരളത്തിലൊക്കെ ബന്ദിൻ്റെ അടുക്കള ബന്ദ്. വാസ്തവത്തിൽ ഞാൻ കേട്ടേക്കണത് ഈ അമേരിക്കയിലെ ഏറ്റവും എന്താ പറയുക, ഏറ്റവും എന്ത് വാക്കാ ഉപയോഗിക്കണ്ടേ, ഏറ്റവും പ്രോസ്പെരിറ്റിയിലും സമൃദ്ധിയിലും ജീവിക്കുന്ന ആളുകൾ ആരാന്നറിയോ? യഹൂദരാന്നാണ് പറയുന്നത്. യഹൂദർ, ജ്യൂസ്, വെരി സക്സസ്ഫുൾ. ഇവിടുത്തെ സ്റ്റാൻഡേർഡൊക്കെ അനുസരിച്ച് അമേരിക്കയിലെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള സമുദായം, സമൂഹം യഹൂദരാണ്. ഒരു കാരണം എന്താണെന്നറിയാമോ? സാറ്റർഡേയും സൺഡേയും അവിടുത്തെ അടുക്കള അടവാണ്. സാറ്റർഡേയും സൺഡേയും സാബത്താണ്. വെള്ളിയാഴ്ച വൈകുന്നേരം മുതൽ അവർ അടുക്കളയിൽ കയറില്ല, ഉണ്ടാക്കി നേരത്തെ വെച്ചിട്ടുണ്ടാവുമായിരിക്കും അല്ലേ. നമ്മളെ സംബന്ധിച്ച് സാറ്റർഡേ സൺഡേ ആണ് നമ്മുടെ അടുക്കളയിൽ പണി കൂടുതൽ. ഞാൻ എന്തേ പറയണേ, ഞാൻ ധ്യാനിപ്പിക്കാൻ വന്നിട്ട് ഇതൊക്കെയാണല്ലോ ഞാൻ പറയണേ. എന്നോട് ക്ഷമിക്കണേ. പക്ഷെ ഒരു കാര്യമുണ്ട് ഇതിനകത്തില്ലേ, സാറ്റർഡേയും സൺഡേയും നമ്മൾ കുറേയും കൂടി വിശുദ്ധമായിട്ട് ദൈവത്തിൻ്റെ കാര്യങ്ങൾ പഠിക്കുകയും ചിന്തിക്കുകയും ദൈവത്തോടൊപ്പമായിരിക്കുന്നതിനും ഉള്ള ദിവസങ്ങളാണ്. പക്ഷെ പാവം നമ്മുടെ വീട്ടിൽ
നമ്മുടെ ചേട്ടത്തിമാർക്കും അമ്മമാർക്കും അന്നാണ് ഏറ്റവും കൂടുതൽ ജോലി. അതിനെ സഹായിക്കാനുള്ള ചേട്ടന്മാരും ഒരിക്കൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അമേരിക്കയിൽ വന്നപ്പോൾ എൻ്റെ മകൻ ന്യൂജേഴ്സിയിലുണ്ട്. അപ്പോൾ അവൻ എന്തോ ഒരു ഷോപ്പിങ്ങിന് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്നെയും കൂട്ടിക്കൊണ്ടുപോയി. വാൾമാർട്ടിൽ പോയപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിവിടെ നിന്നോളാം, നീ എന്താ മേടിക്കാമെന്ന് വെച്ചാൽ മേടിച്ചോ, എനിക്കിപ്പോൾ ഇതിനകത്ത് എന്ത് കാര്യം ഇവിടെ മേടിക്കാൻ, വല്ലതും നമുക്കൊന്നും മേടിക്കാനില്ലല്ലോ. ഞാനപ്പോൾ അങ്ങനെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ നെഞ്ചിൽ ഭയങ്കര വേദന വരാൻ തുടങ്ങി. അപ്പോൾ എനിക്കറിയാം കർത്താവ് എന്തോ എന്നോട് സംസാരിക്കാൻ പോവുകയാണ്. ഈ കർത്താവ് സംസാരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് ചില, നമ്മൾ അങ്ങോട്ട് സംസാരിക്കാൻ പോവുകയാണെങ്കിൽ എളുപ്പമാണ്. പക്ഷേ നമ്മൾ അങ്ങോട്ട് സംസാരിക്കാതിരിക്കുന്ന സമയത്ത് കർത്താവിന് ഇങ്ങോട്ട് സംസാരിക്കണമെങ്കിൽ ചില സമയത്ത് ഒരു കൊട്ട് തരും. ഇങ്ങനെ അതിൻ്റെ അർത്ഥം പേ അറ്റൻഷൻ, എനിക്ക് നിന്നോട് എന്തോ സംസാരിക്കാറുണ്ട്. ചില നേരത്ത് ഇവിടെ ഇങ്ങനെ ഒരു കാറ്റ് പോലെ ചെവിയിൽ കേൾക്കും. ചില സമയത്ത് നെഞ്ചിലൊരു വേദനയൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തോ സംസാരിക്കാനുണ്ട്. എന്നിട്ട് പറയാണ്, അവിടെ നോക്കി, അവിടെ എന്താ ഒരാൾ ഈ വാൾമാർട്ടിലെ കാർട്ടുണ്ടല്ലോ, കാർട്ട്, ആ കാർട്ടിൽ നിറച്ചും ഭക്ഷണ സാധനങ്ങൾ, വലിയ വലിയ പാക്കറ്റുകൾ ഇങ്ങനെ പൊക്കിയിട്ട്, ഇയാളെ കാണാൻ പാടില്ല, ഇയാളെക്കാൾ കൂടുതൽ ഈ സാധനങ്ങളാണ്. കാര്യം മനസ്സിലായില്ലേ? അത് കണ്ടിട്ട് എന്നെ കാണിച്ചു തരികയാണ്. എന്നിട്ട് പറയാണ്, ഇപ്പം നിനക്ക് മനസ്സിലായോ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രം അല്ല ജീവിക്കേണ്ടത്. പിന്നെ എന്തുകൊണ്ടാ നമുക്ക് ബൈഹാർട്ടാണ് ആ വചനമൊക്കെ ഇല്ലേ? എന്താണ്? ദൈവത്തിൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന വചനം കൊണ്ടാണ്. ഈ വാൾമാർട്ടിൽ അങ്ങനത്തെ ഒരു സാധനം കിട്ടുമോ? പറയും, കിട്ടുമോ? ഏതെങ്കിലും ഷോപ്പിംഗ് കോംപ്ലക്സിൽ കിട്ടുമോ? അതിനുള്ള വാൾമാർട്ടാണ് ഈ ഏത് അതിനുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് ഏത്? നമ്മുടെ ദേവാലയങ്ങളും നമ്മുടെ വീടും എല്ലാം ദൈവത്തിൻ്റെ അധരത്തിൽ നിന്ന്. അപ്പോൾ എന്തിനാണ് എനിക്ക് നെഞ്ചുവേദന എടുത്തതെന്നായിരിക്കും ഇപ്പം നിങ്ങൾ ചോദിക്കണേ. എനിക്ക് നെഞ്ചുവേദന എടുത്തത് കർത്താവിൻ്റെ വേദനയാണ്. കർത്താവ് ഈ മനുഷ്യരുടെ ആ അവസ്ഥ കണ്ടിട്ട് വേദനിക്കുന്നു. അതായത് ഒരു ഭൗതിക സംസ്കാരത്തിലൂടെ എല്ലാം നേടാമെന്നും എല്ലാം സന്തോഷിക്കാമെന്നും ഒക്കെയുള്ള എന്തോ ഒരു, ഞാൻ പറയുന്ന ചില വാക്കുകൾ ഇനി തെറ്റിദ്ധരിക്കരുത് കേട്ടോ, വേറെ വാക്കില്ലാത്തതുകൊണ്ട് പറയാണ്, എന്തോ ഒരു അജ്ഞത. അജ്ഞത എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിൻ്റെ, അല്ലെങ്കിൽ ജ്ഞാനം കിട്ടുന്നതിന് മുമ്പുള്ള അവസ്ഥയാണത്. പോസിറ്റീവായിട്ട് തന്നെ നമ്മൾ ചിന്തിക്കുകയാണെല്ലാം. ഞാൻ ഒന്നും നെഗറ്റീവായിട്ട് അർത്ഥത്തിലില്ല പറയാം. ജ്ഞാനം നമ്മളിലേക്ക് വരുന്നതിന് മുമ്പുള്ള അവസ്ഥയാണ് ആ ജ്ഞാനത്തിലേക്കുള്ള വരവിന് മുമ്പ്. ഞാൻ എന്തിനിതെല്ലാം പറഞ്ഞേ? എനിക്ക് തോന്നണത് ഇതാണ്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളികളാണ്. നമ്മൾ സാധാരണ നാട്ടിൻപുറത്ത് വളർന്ന ആൾക്കാരാണ് നമ്മളിലധികം പേര്. അവിടുന്ന് നമ്മളെ ഇങ്ങോട്ടേക്ക് പറിച്ചു നട്ടു. ഇവിടെ ഇങ്ങനെയുള്ള ഒരു ചലഞ്ചിങ് സിറ്റുവേഷൻ, ഇങ്ങനെയുള്ളൊരു വെല്ലുവിളികളുടെ മധ്യത്തിൽ നമ്മൾ കർത്താവിന് വേണ്ടി സാക്ഷികളാകുകയും കർത്താവിൻ്റെ ജ്ഞാനത്തിൽ ജീവിക്കുകയും ചെയ്യുന്നതാണ് വെല്ലുവിളി. ഇതെല്ലാം ഇവിടുത്തെ സാഹചര്യങ്ങളാണെങ്കിലും ആ സാഹചര്യങ്ങളുടെ മധ്യത്തിൽ നമ്മൾ എങ്ങനെ പ്രകാശിക്കണം.
ഞാൻ അധികം നാളും ബോംബെയിലാണ് ജീവിച്ചത്. അപ്പോൾ ബോംബെയും ഇതിൽ നിന്ന് വ്യത്യസ്തമൊന്നുമല്ല. അങ്ങനെയുള്ള കാലഘട്ടത്തിലാണ് എനിക്ക് കർത്താവിൻ്റെ ഒരു പ്രത്യേക വെളിപാട് കിട്ടിയത്. വെളിപാട് എന്നൊക്കെ പറഞ്ഞാൽ നല്ല അർത്ഥത്തിലാണ് കേട്ടോ. വെളിവ്, ഈ വാക്കുകളൊക്കെ വളരെ നല്ല വാക്കുകളാണ്. പക്ഷെ നമ്മളതൊക്കെ ഉപയോഗിച്ച് വേറെ അർത്ഥത്തിൽ ഉപയോഗിച്ച് പോയിന്നേ ഉള്ളൂ. വെളിവ് എന്ന വാക്കിന് എനിക്ക് വേറെ ഒരു ഈക്വലന്റ് വാക്ക് എനിക്കറിയില്ല. വെളിപാട്, വെളിവ്, വെളിപ്പെടുത്തൽ, അത് വളരെ നല്ല അർത്ഥമാണ്. ദൈവത്തിൻ്റെ ഏറ്റവും വിസ്മരണീയമായ കാര്യങ്ങളെ നമ്മൾക്ക് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരുന്നതാണ്. ആ കാലഘട്ടത്തിൽ എനിക്ക് ഈ ബോംബെ നഗരത്തിൻ്റെ എല്ലാ ആധുനികതയുടെയും മധ്യത്തിൽ, അപ്പോൾ അത് 25 വർഷം മുമ്പാണ്. ഇപ്പം ഞാനുള്ള കാര്യം പറയാലോ, പിള്ളേരൊക്കെ കേൾക്കുമ്പോൾ പിള്ളേരൊക്കെ ഇല്ല, എന്നാലും ഞാൻ അന്ന് 30 സിഗരറ്റ് വലിക്കുമായിരുന്നു. 30 സിഗരറ്റ്. സന്തോഷമായോ സിഗരറ്റ് വലിക്കാൻ ആളുകൾക്ക്? കുറച്ച് വാട്ടീസ് അടിക്കായിരുന്നു. അത് എനിക്ക് നല്ല ബെസ്റ്റ് ക്വാളിറ്റി കിട്ടണം. ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി വിസ്കി, ഷിവാസ് റീഗൽ, റെമ്മി മാർട്ടിനി, ജോണി വാക്കർ, ഇങ്ങനെയൊക്കെ ഉള്ളത് കുടിക്കാൻ വലിയ താല്പര്യവും. എന്നാൽ ഒരുപാടൊന്നും കുടിക്കാറില്ല. അങ്ങനെ ഒരു ആൽക്കഹോളിക് എന്ന് പറയാൻ പറ്റില്ല. എൻ്റെ ജോലി മേഖലയിലുള്ള ചില ജനറൽ മാനേജർമാർ, എൻജിനീയേഴ്സ്, വലിയ വലിയ ഡയറക്ടേഴ്സ്, ഇവരൊക്കെ ആയിട്ടുള്ള കമ്പനി ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾ വൈകുന്നേരങ്ങളിലും ചില ദിവസം രാത്രി മുഴുവനും ഇങ്ങനെയൊക്കെ ഇരുന്ന് അങ്ങനെ സാവധാനം ഇത് മാറ്റാൻ പറ്റാത്ത അവസ്ഥയെ ഒരുപാട് പരിശ്രമിച്ചു. അങ്ങനെ ഇരിക്കുകയാണ് എനിക്ക് കിട്ടിയ ഒരു വെളിപാട് എന്ന് പറഞ്ഞാൽ, ചെറുപ്പം മുതലേ തന്നെ നമ്മളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ്, അന്നാണ് എനിക്ക് മനസ്സിലായത് പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നുണ്ടെന്ന്. ഇത് ഞാൻ ലജ്ജയോടെ പറയുകയാണ്. 40 വർഷം മാമോദീസ സ്വീകരിച്ച 40 വർഷം ക്രിസ്തീയ ജീവിതത്തിൽ ഇതുപോലെയുള്ള നല്ല സീറോ മലബാർ സഭയിലെ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോയി വളരെ ഭക്തരായ മാതൃകാ മാതാപിതാക്കളുടെ ഫോർമേഷൻ എല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട്. എങ്കിലും പരിശുദ്ധാത്മാവും പരിശുദ്ധ ത്രിത്വവും എന്നിൽ തന്നെയാണെന്ന് എനിക്കറിവില്ലായിരുന്നു. ഉള്ള കാര്യം പറയാം. ഇന്ന് ഞാൻ പറയാം, അതൊരു അജ്ഞതയായിരുന്നു. പക്ഷേ ആ പരിശുദ്ധാത്മാവിനെ പിടിച്ചു നിർത്താൻ പറ്റുമോ? ആ പരിശുദ്ധാത്മാവ് ഒരു ദിവസം എൻ്റെ ഉള്ളിൽ അങ്ങ് നിറഞ്ഞു കവിഞ്ഞൊഴുകി. എനിക്ക് ദൈവവചനം കേൾക്കണമെന്നും ദൈവവചനത്തിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കണമെന്നും ഒക്കെ ഒരാഗ്രഹം വരാൻ തുടങ്ങി. ഞാൻ അന്ന് വചനം കേൾക്കാൻ വലിയ ആഗ്രഹത്തോടെ ടേപ്പ് റെക്കോർഡറിൽ, ചെറിയ ടേപ്പ് റെക്കോർഡറിൽ വചനം റെക്കോർഡ് ചെയ്ത് കേൾക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുക ഒരു കരിസ്മാറ്റിക് ധ്യാനത്തിൻ്റെ കംപ്ലീറ്റ് റിട്രീറ്റിൻ്റെ കാസറ്റ് എനിക്കൊരു ആൻറ്റി തന്നു. ആ ആൻറ്റി എനിക്കിത് തന്നു. ഫാദർ റൂഫസ്, ജെയിംസ് ഡിസൂസ, അവരെയൊക്കെ അന്നത്തെ വലിയ വചന പ്രഘോഷകനാണല്ലോ. അതിങ്ങനെ കേട്ടുകൊണ്ട് ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ, ബോംബെയിൽ നിന്നും ജബൽപൂരിലേക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ആലോചിച്ചു, നല്ല അവസരം, ഒരു ഡിസ്ട്രാക്ഷനുമില്ല. ഈ വചനം തുടർച്ചയായിട്ട് ഞാനിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയും ആ ധ്യാനത്തിൽ പറയുന്ന കാര്യങ്ങൾ കേട്ടപ്പോഴും
അതിൽ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ എന്തോ സംഭവിച്ചു. എൻ്റെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ്, അന്നാണ് എനിക്ക് ഈ വചനത്തിന്റെ അർത്ഥം മനസ്സിലായത്. നിനക്കിതറിയില്ലേ? ഡു യു നോട്ട് നോ യു ആർ എ ടെമ്പിൾ ഓഫ് ഹോളി സ്പിരിറ്റ്? ഡു യു നോട്ട് നോ യു ആർ എ ടെമ്പിൾ ഓഫ് ഹോളി സ്പിരിറ്റ്? 1 Corinthians 3:16. God dwells in you. You are a temple of God. My God, I am a temple and the Spirit of God is in me. ആ ബോധ്യത്തോടെ പള്ളിയിലല്ല, ചാപ്പലിലല്ല, ധ്യാനകേന്ദ്രത്തിലല്ല, മഹാനഗരി എക്സ്പ്രസ്, ജബൽപൂർ ബോംബെ മഹാനഗരി എക്സ്പ്രസ്, ഇതിൻ്റെ അകത്ത് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്നും എനിക്കൊരു വലിയ അനുഭവം ഉണ്ടാകുകയും ഞാനങ്ങ് വേർത്തു. ഞാനങ്ങ് പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ടങ്ങ് നിറഞ്ഞു. എൻ്റെ നാവ് ഞാൻ പറയുന്ന വാക്കുകളല്ല, വേറെ എന്തോ ഭാഷകളൊക്കെ പറയാൻ തുടങ്ങി. ഇതെന്താണ് എൻ്റെ നാവ് എനിക്ക് പിടിച്ചാൽ കിട്ടുന്നില്ല. എൻ്റെ നാവ് വേറെ എന്തൊക്കെ പറയാൻ തുടങ്ങി. എന്താ സംഭവിക്കുന്നത്? അപ്പോഴെനിക്ക് മനസ്സിലായി, ഓ, ഇതാണ് അപ്പസ്തോലന്മാർക്ക് പന്തക്കോസ്താ ദിവസം ഉണ്ടായ അനുഭവം. അവരെല്ലാം അവർക്കറിയാത്ത എന്തോ ഭാഷകൾ. അതാണല്ലേ ഭാഷാവരം. അത് കഴിഞ്ഞ് എനിക്കൊരു ഭയങ്കര സമാധാനം. അങ്ങനെ ഈ ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ ഭാഷാവരത്തിലൊക്കെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ട്രെയിനിലത്തെ കാര്യമാണെന്ന് ആലോചിച്ച് നോക്കും. നമ്മുടെ ട്രെയിനിൽ നിറച്ച ആൾക്കാർ, ഇന്ത്യൻ ട്രെയിനിലെ ആളുകളെല്ലാം വിചാരിച്ചു ഇതെന്തോ ഇദ്ദേഹത്തിന് എന്തോ സംഭവിച്ചു, എന്താ ബുദ്ധിഭ്രമം, എന്തോ മാനസികമായിട്ട് സംഭവിച്ചു കാണുമോ എന്ന് വിചാരിച്ചു. അവർ മൈൻഡ് ചെയ്തില്ല. വട്ടന്മാരാര് നോക്കും. ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ അന്നാണ് ആദ്യമായി ഞാൻ ദൈവസ്വരം ശ്രവിക്കുന്നത്. എൻ്റെ ഉള്ളിൽ നിന്നൊരു സ്വരം, ശരിക്കും ഒരാൾ സംസാരിക്കുന്ന മാതിരിയാ. എ പേഴ്സൺ സ്പീക്കിംഗ് ഇൻ മൈ ഹാർട്ട്. ക്യാൻ യു ഗോ ഫോർ മീ? നീ എനിക്ക് വേണ്ടി പോകാമോ? ഒന്നും മനസ്സിലായില്ല. പക്ഷെ ആ സ്വരം നമ്മളെ വളരെ സ്നേഹിക്കുന്ന ഒരാൾ ചോദിക്കുന്ന ഒരു പ്രതീതിയാണ്. നീ എനിക്ക് വേണ്ടി പോകാമോ? ഞാൻ ആകെ വളരെ സ്നേഹിക്കുന്ന ഒരാൾ ചോദിക്കുമ്പോൾ പോകാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ എവിടേക്കാ പോവുക, എന്തിനാ പോവുക? എൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ആശയം വന്നപ്പോൾ വീണ്ടും കേൾക്കുകയാണ്, വിളവ് വളരെ, വേലക്കാർ ചുരുക്കം. ഓ, ആരെനിക്കായി പോകും? എനിക്ക് വേണ്ടി പോകാൻ ആളില്ല. ഞാൻ എൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു, ഞാൻ പോകാം. I shall go. Oh God, I'm sorry. ഞാൻ പോകാം. അതോടെ എൻ്റെ ഉള്ളിൽ ഒരു ഡാം തുറന്ന പോലെ, ഒരു വെള്ളച്ചാട്ടം പോലെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു അനുഭവം ഉണ്ടായി. പിന്നീടാണ് അതെല്ലാം സങ്കീർത്തനങ്ങളിൽ തന്നെയുള്ള വചനങ്ങളാണ്, യെശയ്യായിലേക്കുള്ള വചനങ്ങളാണ് ഞാൻ ഈ കേട്ടതെന്നും ദൈവം ഈ പ്രവാചകന്മാരിലും
ഈ അപ്പസ്തോലന്മാരിലും എല്ലാം പ്രവർത്തിക്കുന്ന ദൈവം സാധാരണക്കാരായ നമ്മളിലും ഉണ്ടെന്നും പ്രവർത്തിക്കുന്നുണ്ടെന്നും മനസ്സിലായി. സാധാരണക്കാരായ നമ്മളെല്ലാവരിലും 30 സിഗരറ്റും വലിച്ച് ജോണി വാക്കറും ശിവാശ്രീകളും കുടിച്ചിരുന്നു ലൗകികതയുടെ എല്ലാ ചിന്തകളും എല്ലാം ചെയ്ത് നടന്നിരുന്ന ആ എൻ്റെ അകത്താണ് ഈ സംഭവിക്കുന്നത്. ഒരു വലിയ വിശുദ്ധിയോ ഒന്നും എനിക്കന്നില്ല. അപ്പോഴല്ലേ കരുണ എന്താണെന്ന് മനസ്സിലാകണേ. പിന്നീടാണ് മനസ്സിലായത് നമ്മൾ വിചാരിക്കണ മാതിരി ഒരു പേടിപ്പിക്കണ ദൈവമല്ല, മറിച്ച് പാപികളെ ശിക്ഷിക്കുന്ന ദൈവമല്ല, പാപികളെ തേടി വന്ന് ഇതാ ഇവിടെ ഹോളി കരുണയുടെ വർഷത്തിൻ്റെ എംബ്ലം എന്താണ്? കരുണയുടെ വർഷത്തിൻ്റെ എംബ്ലം പാപിയെ തോളിലേറ്റുന്ന കർത്താവ്. ഇടയൻ ആടിനെ അന്വേഷിച്ച് പോകുന്ന പോലെ പാപിയെ അന്വേഷിച്ചു പോയി അവനെ കണ്ടെടുത്ത് തോളിലേറ്റിക്കൊണ്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കർത്താവ്. എന്തോ ഒരു ബ്യൂട്ടിഫുൾ സിംബോളിസമാണ്. അതൊക്കെ പിന്നീട് മനസ്സിലായി. ആ സമയത്ത് എനിക്ക് ഒരെത്തും പിടിയും കിട്ടില്ല. എന്താ ഇനി സംഭവിക്കണേ? എനിക്ക് റിപ്പൻറ്റൻസ് ഉണ്ടായത് എൻ്റെ പാപത്തെക്കുറിച്ച് ഓർത്തിട്ടൊന്നുമല്ല. എനിക്കുണ്ടായ റിപ്പൻറ്റൻസ്, ഓ ദൈവമേ, നീ കാലം അത്രയും എൻ്റെ ഉള്ളിലുണ്ടായിട്ടും ഞാൻ നിന്നെ അറിഞ്ഞില്ലല്ലോ